തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമത നീക്കം നടത്തിയതിന് 5 പേരെ കൂടി പുറത്താക്കി പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം. പാലക്കാട് നഗരസഭാംഗം മൻസൂർ മണലാഞ്ചേരി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. ആയിഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷംന, ഗുഡ് മോർണിംഗ്. ഈ പാലക്കാട് മാത്രമല്ല, കോൺഗ്രസിലും ഒപ്പം തന്നെ മറ്റ് പാർട്ടികൾക്കുമൊക്കെ വലിയ ഭീഷണിയായി വിമത ശല്യം. അത് വലിയൊരു പ്രതിസന്ധിയാണ്. അതോടെ പാർട്ടി കടുത്ത നടപടിയിലേക്കൊക്കെ കടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇപ്പോഴും ആ നടപടികൾ തുടരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ ഈ 5 പേർ ആരൊക്കെയാണ്? ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള നടപടി ഇപ്പോൾ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, പ്രവിത, ഗുഡ് മോർണിംഗ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി വിമത ശല്യം അത് വിവിധ പാർട്ടികളിൽ രൂക്ഷമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ്, CPIM പാർട്ടികൾക്കിടയിൽ ഈ വിമത ശല്യം വലിയ ചർച്ചയാവുകയാണ്, തലവേദനയാവുകയാണ്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം മുൻ DCC അംഗം കൂടിയായ ഖിദർ മുഹമ്മദ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായിരുന്നു. 9 പേരെയാണ് അന്ന് കോൺഗ്രസ് പുറത്താക്കിയത്. ഈ 9 പേരും ഈ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരായി മത്സരിക്കുന്നവർ കൂടിയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുന്നത്. പാലക്കാട് നഗരസഭയിൽ മാത്രമല്ല, മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള നഗരസഭകളിലൊക്കെ ഇത്തരം നടപടികൾ കോൺഗ്രസ് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. ഇപ്പോഴിതാ 5 പേർക്കെതിരെ കൂടി നടപടിയെടുക്കുകയാണ്. അത് മുൻ കൗൺസിലർ കൂടിയായ മൻസൂർ മണലാഞ്ചേരി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയാണ്. നിലവിൽ ഈ മൻസൂറിന്റെ ഭാര്യ ഉൾപ്പെടെ മത്സര രംഗത്തുണ്ട്. കോൺഗ്രസ് വിമതയായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ തന്നെയാണ് മത്സരിക്കുന്നത്. ഈ സീറ്റ് നൽകിയില്ല, അതായത് ഇത്തവണ വനിതാ സംവരണമാണ്. അപ്പോൾ ഈ മൻസൂറിന്റെ ഭാര്യയ്ക്ക് സീറ്റ് നൽകിയില്ല എന്നൊരു ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ ഭാര്യ മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത് ഇറങ്ങുന്നതൊക്കെ. ഈ മൻസൂറിന്റെ തന്നെ നേതൃത്വത്തിൽ 38-48 വാർഡുകളിൽ ഇപ്പോൾ നിലവിൽ 2 സ്ഥാനാർത്ഥികളുണ്ട്. ഇങ്ങനെ ഈ നിലവിൽ ഈ കോൺഗ്രസിന്റെ നേരത്തെ പുറത്താക്കിയ 9 പേർക്കെതിരെ മറ്റ് മത്സര രംഗത്തുള്ള അല്ലെങ്കിൽ ഈ വിമതരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പിന്തുണയ്ക്കുന്ന 5 പേർക്കെതിരെ കൂടിയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ വിമത ശല്യം അത് ഒഴിവാക്കാൻ വേണ്ടി കോൺഗ്രസ് കൂടുതൽ നടപടിയിലേക്ക് കടക്കുന്നു എന്നതാണ് സാഹചര്യം. ക്രിസ്റ്റീന, പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.